ഐസ് ബക്കറ്റ് ചാലഞ്ച് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ ഓർമ്മ വരുന്നത്? പണ്ട് ഞങ്ങളും ഐസ് കൊണ്ടൊരു ചാലഞ്ച് ചെയ്യായിരുന്നു. ഐസ് ബക്കറ്റ് ചാലഞ്ച് ഒന്നും അല്ല കേട്ടോ. അന്ന് വീട്ടിൽ ഫ്രിഡ്ജൊന്നും ഇല്ലായിരുന്നു. ഞങ്ങളുടെ തൊട്ടടുത്ത വീട്ടിലും ഫ്രിഡ്ജൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഐസ് കിട്ടാൻ നല്ല ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. ഞങ്ങൾക്ക് ഐസ് കിട്ടാനുള്ള ഏക ആശ്രയം മീൻ വിൽക്കാൻ വരുന്ന അബൂബക്കർക്കായിരുന്നു. അങ്ങേര് കൊട്ട നിറയെ ഐസും മീനും ഒക്കെ ആയിട്ട് രാവിലെ തന്നെ വരും. മീനെ പോ എന്ന് കൂകി വിളിച്ചും കൊണ്ട് അങ്ങേരെത്തും. ഈ അശരീരി കേട്ടാൽ മതി, അമ്മ അടുക്കളയിൽ നിന്ന് പാത്രവും കാശും എടുത്തുകൊണ്ട് മുറ്റത്തേക്ക് എത്തും. പിന്നെ തൊട്ടപ്പുറത്തെ വീട്ടിലെ അമ്മമാരും. ഇവരെക്കാളൊക്കെ മുൻപ് അവിടെ എത്തുന്നത് പൂച്ചകളാണ് കേട്ടോ. മീൻകാരെത്തുന്നതിന് മുന്നേ കൃത്യസ്ഥലത്ത് സ്ഥാനം പിടിച്ചിട്ടുണ്ടാവും. പിന്നെ അവസാനം ഞങ്ങൾ പിള്ളേർ ചുറ്റും വണ്ടി ഒതുക്കി എന്തൊക്കെ മീനുണ്ട്, എത്രയാ കിലോന് എന്നൊക്കെ അന്വേഷിച്ച് നിൽക്കുന്ന അമ്മമാരും. ഇപ്പം എനിക്ക് ഓസിനൊരു മീൻ കിട്ടുന്നുള്ള പ്രതീക്ഷയിൽ പൂച്ചകളും. കൊട്ടയ്ക്കകത്ത് എന്തൊക്കെ മീനുണ്ട് എന്നൊക്കെ ഒന്ന് കാണാൻ ഏന്തി വലിഞ്ഞു നോക്കുന്ന ഞങ്ങൾ പിള്ളേർ സെറ്റ്. എങ്ങനെയൊക്കെ ഏന്തി വലിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ വല്ലാത്തൊരാശ്വാസമാണ്. പിന്നെ അടുത്തത് ഐസ് കട്ട വാങ്ങണം. കാക്ക, ഞങ്ങൾക്കൊരു ഐസ് കട്ട തരുമോ? ചോദിക്കേണ്ട താമസം. അങ്ങേരെടുത്ത് തരും. അതും വാങ്ങി നേരെ പൈപ്പിൻ ചോട്ടിലേക്ക് ഓടും. അതൊന്ന് കഴുകും. എന്നിട്ടാണ് ഞങ്ങളുടെ ചാലഞ്ച് തുടങ്ങുക. ഈ ഐസ് കട്ട ഉണ്ടല്ലോ, കാലിൻ്റെ അടിയിൽ വെക്കണം. എത്ര നേരം അതിൻ്റെ മുകളിൽ നിൽക്കും, അത് അലിയുന്നവരെ നിൽക്കാൻ പറ്റുമെന്നൊക്കെ. ഇതാണ് ഞങ്ങളുടെ ചാലഞ്ച്. അലിയുന്നവരെ കാലനക്കാതെ നിന്നവരാണ് വിന്നർ. നല്ല തണുപ്പായിരിക്കും. വല്ലാത്ത രസമായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഐസ് കട്ടയും പൂച്ചയ്ക്ക് മീനും ഫ്രീ ആയി തന്ന ഞങ്ങളുടെ കുട്ടിക്കാലം മനോഹരമാക്കാൻ കാരണക്കാരനായ അബൂബക്കർ ഖാനോട് നന്ദി പറഞ്ഞ് ഞാൻ ഇന്നത്തെ കലവിലെ വർത്താനം നിർത്തുന്നു. നിങ്ങൾക്ക് ഇങ്ങനെ വല്ല ഓർമ്മയുണ്ടായിട്ടുണ്ടോ? ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്താണെന്ന് കമൻറ്റ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ.